നമ്മൾ ശ്രീനിവാസൻ യൂണിവേഴ്സിൽ ഇന്നലെ മുതൽ അങ്ങനെ ജീവിക്കുകയാണ്. അത് കേട്ട് ചിരിക്കുകയാണ്. ചിരിച്ചതിനൊടുവിൽ ഇനി ആ തിരക്കഥ എഴുതാൻ അല്ലെങ്കിൽ അതുപോലെ ഡയലോഗ് എഴുതാൻ ശ്രീനിവാസൻ ഇല്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നുമുണ്ട്. സമയം 8:22 നമ്മൾ വീണ്ടും കണ്ടനാട്ടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഇന്ദ്രൻസ് നേരത്തെ എത്തിയിരുന്നു. ഹരിഹരനുണ്ട്, വിനീതുണ്ട്. അങ്ങനെ രാവിലെ മുതൽ ഒരുപാട് പേര്, സിനിമാ ലോകത്തുള്ള നിരവധി പേർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ GKയും S വിജയകുമാറും തുടരുന്നുണ്ട്. GKയിലേക്ക് പോകുന്നു. GK ഇനി 8:23 ആവുന്നു. 10 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ എന്ന് തീരുമാനിച്ചതാണ്. ഇനി ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭയുടെ വിസ്മയത്തിൻ്റെ ഭൂമിയിലെ സാന്നിധ്യം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. അവസാനമായി കാണാൻ ഇപ്പോഴാരൊക്കെ അവിടെ ഉണ്ട്? എന്താണ് കണ്ടനാട്ടെ വീട്ടിലെ കാഴ്ച? GK. ഹാഷ്മി, ശ്രീനിവാസനെ അവസാനമായി കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടനാട്ടെ വീട്ടിൽ. അതിൽ ചലച്ചിത്ര മേഖലയിലുള്ള പ്രമുഖരെല്ലാവരും തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അല്പം മുൻപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് സംവിധായകൻ രാജസേനനാണ്. അതിന് തൊട്ട് മുൻപ് നടൻ ഇന്ദ്രൻസ് അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ നടൻ വിനീത്, സംവിധായകൻ ഹരിഹരൻ എന്നിവർ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾ, നാട്ടുകാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ ഒക്കെ തന്നെ അവസാനമായി ശ്രീനിവാസനെ കണ്ട് ആദരമർപ്പിക്കാൻ വേണ്ടി കണ്ടനാട്ടിലെ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ചലച്ചിത്ര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ വീട്ടിലോ അല്ലെങ്കിൽ ടൗൺ ഹാളിലോ വരാൻ സാധിക്കാതിരുന്നവർ ഇപ്പോൾ അദ്ദേഹത്തെ കണ്ട് ആദരമർപ്പിക്കാൻ എത്തുകയാണ്. നേരത്തെ ജഗദീഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മലയാള സിനിമയിൽ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തിയ ചലച്ചിത്രകാരൻ എന്നതാണ് ഒരു പക്ഷേ ശ്രീനിവാസനെ ഏറ്റവും വ്യത്യസ്തനാക്കുന്നത്. ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തി സാധാരണക്കാരായ ജനങ്ങളിൽ അവരുടെ പ്രേക്ഷകരെന്ന നിലയിൽ അവരുടെ നിലവാരം ഉയർത്താൻ ശ്രീനിവാസനെ കൊണ്ട് സാധിച്ചു എന്നതാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന പല വ്യക്തിപരമായ അനുഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ജഗദീഷ് വളരെ വികാരനിർഭരമായി ഈ അനുസ്മരണ സന്ദേശത്തിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. 84-ൽ ഓടരുത് അമ്മാവ ആളറിയാം എന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രം, ആ ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ശ്രീനിവാസനായിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് അപ്പുറത്ത് വ്യക്തിബന്ധം ശ്രീനിവാസനുമായി കാത്തു സൂക്ഷിച്ചിരുന്നു. പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്വകാര്യമായ കാര്യങ്ങളൊക്കെ തന്നെ താനുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാണ് ജഗദീഷ് പറഞ്ഞത്. ഇപ്പോൾ ചലച്ചിത്ര മേഖലയിലുള്ള പ്രമുഖരൊക്കെ തന്നെ ഏതാണ്ട് ശ്രീനിവാസനെ അവസാനമായി കണ്ട് ആദരമർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത്, അദ്ദേഹത്തെ ആദരമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സംവിധായകൻ ഹരിഹരൻ, അതോടൊപ്പം തന്നെ രാജസേനൻ, നടൻ വിനീത്, അതോടൊപ്പം ഇന്ദ്രൻസ് എന്നിവരാണ്. നമുക്കറിയാം, ഏത് കാലത്തും ഏത് തലമുറയും ബന്ധിപ്പിക്കാവുന്ന, ആർക്കും കണ്ട് രസിക്കാവുന്ന, ചിന്തിക്കാവുന്ന സിനിമകളാണ് ശ്രീനിവാസൻ്റെ തിരക്കഥയിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതൊരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുന്നില്ല. ഏതെങ്കിലും ഒരു തലമുറയ്ക്ക് അന്യമായി നിൽക്കുന്നതല്ല ശ്രീനിവാസൻ്റെ സിനിമകൾ. എല്ലാ കാലത്തേക്കും എല്ലാ തലമുറയ്ക്കും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമകളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീനിവാസനെ കാണാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർ മാത്രമല്ല, അദ്ദേഹത്തോട് അദ്ദേഹത്തെ ആദരമർപ്പിക്കാൻ വേണ്ടി എത്തുന്നു. നമിത പ്രമോദ് അങ്ങോട്ടേക്ക് എത്തുന്നു. എല്ലാവരും ഇന്നലെയും ഇന്നുമായി ശ്രീനിവാസനെ അവസാനം ഒരു നോക്ക് കാണാൻ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ജഗദീഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഇന്നലെ റിപ്പോർട്ടിങ്ങിനിടയിലോ അങ്ങനെ അനുസ്മരണത്തിനിടയിലോ ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു ഗംഭീരമായ കാര്യമാണ് ജഗദീഷ് പാർവതി. ഗംഭീരമായ കാര്യമാണ്. പാർവതി തിരുവോത്ത് ആദരമർപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ജഗദീഷ് പറയുകയായിരുന്നു, ശ്രീനിവാസൻ്റെ നർമ്മം നിലവാരമുയർത്തി എന്ന് പറഞ്ഞാൽ മലയാള സിനിമ പ്രേക്ഷകരുടെ നിലവാരത്തെ ഉയർത്തിയതാണ്. അതിലേതെങ്കിലും തരത്തിൽ ഡബിൾ മീനിങ് ഉണ്ടായിരുന്നില്ല. ശരിയാണ്, ഇത്രയധികം നമ്മൾ പറയുന്ന തിരക്കഥകൾ നോക്കൂ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡയലോഗുകൾ നോക്കൂ, ഏതെങ്കിലും തരത്തിൽ സ്ത്രീവിരുദ്ധമായതോ ഏതെങ്കിലും തരത്തിൽ ഇരട്ടാർത്ഥം ധ്വനിപ്പിക്കുന്നതായ ഒന്നുമില്ല. സ്വന്തം ശരീരത്തെ ട്രോളി എന്നുള്ളത് ശരിയാണ് പല സിനിമകളിൽ കൂടെ എന്നത് മാറ്റി നിർത്തിയാൽ മറ്റൊരാളുടെ ഏതെങ്കിലും ശരീരത്തിൻ്റെ പരിമിതികളെയോ അല്ലെങ്കിൽ പൊക്കക്കുറവനെയോ നിറക്കുറവനെയോ കളിയാക്കുന്ന ഏതെങ്കിലും ഡയലോഗ് ഒന്നുമില്ല. ഏതെങ്കിലും ബുള്ളിങ്ങിൻ്റെ അടുത്തുപോലും പോകാത്ത എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഹാസ്യം. ആ ഹാസ്യം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മൾ പലരെയും പറ്റി പറയാറുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായ ഒരു നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് ശ്രീനിവാസൻ മാത്രമാണ് എന്ന് തോന്നിപ്പോവുകയാണ്. ഇന്നലെയും ഒക്കെ ധാരാളമായി ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണല്ലോ നമ്മൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെപ്പറ്റി അത്രയധികം ആഴത്തിൽ ബോധവാന്മാരാകുന്നു, അല്ലേ? അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.